കതിർച്ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമാ പൊന്നോണം വരവായി പൊൻചിങ്ങ കതിർച്ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമാ തെയ്യാര തുഴവീശി നെയ്യാറിൻ തിര തല്ലി തമ്പേറിൻ തൂടി കൊട്ടി അമ്പേറിൻ താളം തുള്ളി ഗരിക മനിത മദനി സഗാരി ധനി സഗരി സനി സനീത മാപ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാനങ്ങളിൽ സദസ്സിലുള്ള പ്രിയപ്പെട്ട അധ്യാപകരെയും വിദ്യാർത്ഥിനികളും സെന്റ് മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൻ്റെ ഓണ സെലിബ്രേഷൻ ഔപചാരികമായ ഇന്നത്തെ ഈ ഉദ്ഘാടനം നിർവഹിക്കാൻ ശ്രമിച്ചത് ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ ഇങ്ങനെ വളരെ ചിരിച്ച മുഖത്തോടു കൂടി നല്ല ഡ്രസ്സുമൊക്കെ ഇട്ട് കാണാൻ സാധിക്കുന്നതിലൊരു സന്തോഷം. പണ്ടൊക്കെ മൈക്ക് കയ്യിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൈക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇന്നിപ്പോൾ മൈക്ക് കാണുമ്പോൾ പേടിയായിട്ടില്ല. കാരണം നമ്മൾ പറയുന്നത് ഏത് രീതിയിലാണ് ഇനി അതിനെ വളച്ചൊടിച്ച് വക്രീകരിച്ച് അത് തിരിച്ച് നമ്മളെ നെഞ്ചത്തേക്ക് തന്നെ വരികയാണ്. ഒരു ഐഡിയ ഇല്ലാത്ത ഒരു കാലത്താണ് നിൽക്കുന്നത്. ഒരു വല്ലാത്ത പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഉണ്ട്. തമാശയായിട്ടും അതിലെ കാര്യമായിട്ടും കാണുന്നില്ല. എല്ലാം കാര്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ തമാശ ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞ് ചിരിക്കും എന്നൊരു കൺഫ്യൂഷൻ ഞാൻ അടക്കമുള്ള ഒരുപാട് കലാകാരന്മാരെ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും നമ്പറിൽ അവതരിപ്പിച്ചേ പോകുള്ളൂ. ഇപ്പം നോർമലി ഞാൻ കുറച്ച് നമ്മൾ എന്താ പറയുക, ഞാനിതിന് കുറേ വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഒക്കെ ഉള്ള തലമുറയ്ക്ക് അതിലൊരു അത്ഭുതം തോന്നുന്നുണ്ടാവില്ല. പക്ഷെ പുതിയ തലമുറയ്ക്ക് കുറച്ച് ചിലപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ നമുക്കറിയാം, നമ്മളൊക്കെ വീട്ടിൽ മിക്കപ്പോഴും വളരെ പെറ്റായിട്ട് വളർത്തുന്നതാണ് നായ്ക്കുട്ടികളൊക്കെ. പല ടൈപ്പിലുള്ള, ചിലത് നമ്മൾ കളിയാക്കി പറയും പഴയ കള്ളുഷാപ്പിലെ ബെഞ്ച് പോലെയാണ്, നീളക്കൂടുതലായിരിക്കും, പൊക്കം ഉണ്ടാവില്ല. അങ്ങനെയുള്ള പല ടൈപ്പൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് ഈ അടുത്തൊക്കെ നിന്ന് കുറയ്ക്കുമ്പോൾ ഉള്ള ഇതിൻ്റെ ചില വ്യത്യാസങ്ങൾ, ഈ വോയിസിലെ ചില വ്യത്യാസങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ അടുത്തൊക്കെ ഇന്നാണെങ്കിൽ നമ്മുടെ നിയർ ഒക്കെ ഇങ്ങനെ കേൾക്കാം. കുറച്ച് ദൂരെ നിന്നൊക്കെ കേൾക്കും. നമ്മൾ ഈ രാത്രിയിലൊക്കെ മിക്കപ്പോഴും റോഡിൽ കൂടെ ഒക്കെ പോകുമ്പം കേൾക്കുന്ന സൗണ്ടാണ്. എന്നാൽ റെസിഡൻസ് ഏരിയയിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കിന് അവിടെ അത്യാവശ്യം പൈസയുള്ളവരായിരിക്കും താമസിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ എല്ലാവരും അവരവരുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കൊള്ളാവുന്നതിനെയൊക്കെ മേടിച്ച് വളർത്തും. ഇപ്പം രാത്രിയിൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞ് രാത്രി പോകുമ്പോഴത്തേക്കിന് ഒരെണ്ണം തുടങ്ങിയാൽ മതി, അവിടുന്ന് ഇവിടുന്നൊക്കെ പല വെറൈറ്റി ശബ്ദങ്ങൾ കേൾക്കാം. ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഇനി നമ്മളൊരു രാത്രി ഒരു 10-11 മണിയൊക്കെ ആയി പ്രകൃതി ഒന്ന് സൈലൻ്റ് ആവുമല്ലോ, വാഹനങ്ങളുടെയൊക്കെ ശബ്ദം നിലച്ച് പക്ഷിമൃഗാദികളൊക്കെ ഒന്ന് ഉറങ്ങി, അങ്ങനെ ഒരു സൈലൻസ് വരും. ആ സൈലൻസ് വരുമ്പോൾ നമ്മളൊന്ന് ചെവി ഓർത്താൽ നമുക്ക് ദൂരേന്ന് ഈ നായി കുരയ്ക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾ, അയാളുടെ സംസാരം രീതികളൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മുടെ ബോഡി കാണിക്കുന്നത് കോട്ടുവായിലൂടെയാണ്. നമുക്ക് ബോറടിക്കുമ്പോഴേ നമ്മൾ പതുക്കെ തുടങ്ങും അല്ലേ? അതാണ് ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് ആദ്യം നിർത്താറായി എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ളത്. ഇത് ഈ ആനിമൽസിനുമുണ്ട്. നമ്മുടെ ഈ നായ്ക്കുട്ടികളൊക്കെ കുരച്ചുകൊണ്ടിരിക്കുമ്പം അറിയാണ്ട് അതിൻ്റെ അകത്തോട്ടൊരു കോട്ടുവായി പോകും, ഉറങ്ങിക്കിടക്കുകയാണ്. ഈ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാൻ പറ്റും
ഒരുപാട് ദുരന്തങ്ങളും കാര്യങ്ങളും നമ്മുടെ നാടിനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊറോണയാണ്, വെള്ളപ്പൊക്കം, അങ്ങനെ പലതും. ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായ ദുരന്തങ്ങളൊക്കെ ഈ സമയത്തൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ താമസിക്കുന്ന കൊച്ചിയിലായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും കേൾക്കാം ഈ ആംബുലൻസിൻ്റെ സൗണ്ട്. നമുക്കങ്ങ് വല്ലാതാവും. എനിക്ക് തോന്നുന്നത് ഈ ആംബുലൻസിൽ പോകുന്ന പല രോഗികളും മരിക്കാൻ കാരണം ഇതിൻ്റെ ശബ്ദം കേട്ടിട്ടാണോ എന്ന് വരെ ഞാൻ പേടിക്കാറുണ്ട്. കാര്യം ഒരു നെഞ്ചിടിപ്പാണല്ലോ ഈ ശബ്ദത്തിന്. അപ്പോൾ പല ടോണുണ്ട് ഈ ആംബുലൻസിൻ്റെ പോകുന്നത്. ചിലത് പോകുമ്പോഴത്തേന് അങ്ങനെ പോകുന്നുണ്ട്. അതിന് നീളക്കുള്ളായിരിക്കും. എനിക്ക് തോന്നുന്നത് ഫയർ എഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്നാൽ വേറെ ചില ആംബുലൻസ് അങ്ങനെ കേൾക്കാം. ഇനി ഏതെങ്കിലും ഒന്ന് രണ്ട് നടന്മാരെയും കൂടെ കാണിച്ചു തരാം. പറേ ഏതാ കേൾക്കണ്ടേ? എനിക്കറിയാവുന്നതേ പറയാവുള്ളേ. ജനാർദ്ദൻ ചേട്ടനോ? ഞാൻ ആ ബമ്പർ ചിരിയിലും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേൾപ്പിച്ചുതരാം. ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും ഒരു എവർഗ്രീനായിട്ട് ഓടുന്ന സിനിമയാണ്. അതിൽ ജനാർദ്ദൻ്റെ ഒരു ഡയലോഗുണ്ട്. പനതീരും തെളിച്ചു പിണ്ടവും വെച്ചു ഉന്മരം വൃത്തികേടാക്കിയപ്പോ അമ്മയ്ക്കിപ്പോ സമാധാനമായല്ലോ. എടോ, ഈ ആനപ്പിണ്ടൊക്കെ എടുത്ത് വേഗം കളഞ്ഞു. ചേട്ടൻ വന്ന് കണ്ടാ മതി, തെന്ത് കളയും. എടാ പ്രേമ, നിനക്കിപ്പോ എന്താ വേണ്ടത്? കല്യാണപ്പന്തിൽ ആന ഉണ്ടാവാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടടാ. 2 ആനയുടെയും ചെവിട്ടിൽ ഓരോ കിലോ പഞ്ഞി വീതം കുത്തിക്കേറ്റിട്ടാ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇനി വെടി പൊട്ടിച്ചാ പോലും ആന കേൾക്കില്ല. പിന്നെയല്ലേ അമ്മയുടെ പനിതീര തെളിയാണ് പറഞ്ഞു മടുക്കുമ്പോ അമ്മ തന്നെ നിർത്തിക്കോളും. അതേപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സീനാണ് കാക്കക്കുയിൽ എന്ന് പറയുന്ന സിനിമയിലെ അനീഫ്കയും ജഗദീഷ് ചേട്ടനും തമ്മിൽ ആ ജയിലിലൊരു സീക്വൻസ് ഉണ്ട്. നമ്മുടെ ഇടയിലും ഉണ്ട് അങ്ങനെ ചില ആൾക്കാർ. എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഇവരുടെ തലയെ കയറില്ല, നമ്മളെ കൺഫ്യൂസ് ആയി കളയും. അപ്പോൾ ആ സീൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. മരുന്ന് ഡെപ്പിന്ന് ആ താക്കോലെടുത്ത് നീ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞെന്താടാ? ആരും അറിയരുത്, അത് നിന്റെ കയ്യിലാണെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞാ എന്റെ കയ്യിൽ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ അത് ഒളിപ്പിച്ചില്ലേ. ഇപ്പൊ ആ താക്കോൽ എവിടെയുണ്ട്? മരുന്ന് ഡപ്പിൽ. അവിടെ ഇരിക്കട്ടെ. അപ്പൊ അതവിടുന്ന് എടുക്കണ്ടേ? വേണം. അതവിടെ നിന്ന് എടുക്കുമ്പോൾ നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. അതാരും അറിയരുന്ന അച്ചായൻ ഉദ്ദേശിച്ചത്. മാമുക്കോയ ഈ ലാലേട്ടൻ്റെ ഒരു ഡയലോഗുണ്ട് രാവണപ്രഭുവിലെ, ബോക്സിങ് ഞാൻ പഠിച്ചിട്ടില്ല, ഗരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കളരിപ്പയറ്റ് അത് പഠിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ. അത് മാമുക്കയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലാ ബോക്സിങ് നമ്മൾ പഠിച്ചിട്ടില്ല, കരാട്ടെ അതും നമ്മൾ പഠിച്ചിട്ടില്ല, പിന്നെ കളരിപ്പയറ്റ് അത് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ അറിയാവുന്നത് നല്ല നാടൻ തല്ലാണ്, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഇടിച്ച് കുറച്ച് പേരുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്, ആ കിട്ടിയ 2 പല്ലാണ് നമ്മൾ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വർത്തമാനെ അസ്സലാമു അലൈക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഇടയിൽ ഏറ്റവും നന്നായിട്ട് മിമിക്രി ചെയ്യുന്ന ആരാ? ആരുമില്ലേ? ആരാണ്? ആളെ പതുക്കെ തല താത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പക്ഷേ നമ്മൾ എത്ര വിളിച്ചിരുന്നാലും പിടിക്കപ്പെടും. മോൻ്റെ പേരെന്തായിരുന്നു? ഓ, ആദിദേവ്. ആദിദേവാണോ ഇവിടുത്തെ മെയിൻ മിമിക്രി കലാകാരൻ? എന്തൊക്കെയാ ചെയ്യണേ? ഞാൻ നടന്മാരെയൊക്കെ ചെയ്യും, പിന്നെ അപ്പോൾ എനിക്ക് പാരയാ. പിന്നെ ഇങ്ങനെ ചില മൃഗങ്ങളുടെ ഒക്കെ ചെയ്യും. അപ്പോൾ അവന് പാരയാ? ബിഗ് ബോസ് ചെയ്യും. ബിഗ് ബോസുകാർക്ക് പാരയാ? മൊത്തത്തിൽ പാരയാണോ? പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് 1-2 മിമിക്രി കാണിച്ചു തരുമോ? എന്തേ
അപ്പോൾ ആദ്യം വെള്ളാപ്പള്ളി നടേശൻ സാറിന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഏത് ജാതി എന്നുള്ള അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ തന്നെ പല ജാതിയാണല്ലോ അല്ലേ? ഇപ്പം എന്തുകൊണ്ട് അത് അങ്ങനെയൊന്നുമില്ല. ഇനിയും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഇല്ല ഇല്ല. ആ ഇത് മോൻ്റെ സ്ഥലമാണ്. ഇവിടെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ളത് മോനാണ്. ഓക്കെ. അടുത്തത് സാർ ജനാർദ്ദനൻ സാറിൻ്റെ ശബ്ദം. പിടികെട്ട് തങ്കപ്പനല്ല പൊന്നപ്പനാടാ പൊന്നപ്പൻ. എന്നെ നോക്കണ്ട, കൊള്ളാം. അടുത്ത് പ്രേമം സിനിമയിലെ വിനയ് ഫോർട്ടിൻ്റെ ശബ്ദം ചെയ്യും. ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്, പിന്നെ സേഫ്. ജാവ വളരെ സേഫാണ്. എല്ലാവർക്കും മനസ്സിലായോർന്നു? എല്ലാവർക്കും മനസ്സിലായോ? അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായല്ലോ പറയണം കേട്ടോ. ജാവ വളരെ സിമ്പിളാണ്. അപ്പോൾ അടുത്തായിട്ട് അടുത്ത് മാവ അത് വിടുക. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അടുത്തത് നമുക്കിപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, പേജ് നമ്പർ 121. നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി. താങ്ക് യു. ഫിനാൻസ് നമ്മൾ ഈ കാണുന്നൊന്നുമല്ല, എന്താ പറയാ, ഈ ഈ തൊണ്ടയില് വലിയ സൗണ്ട് സിസ്റ്റമായിട്ട് നടക്കുന്ന ഒരാളാണ്. അത്രയും ഞാൻ ഇയാളെ കഴിയുന്നത് കുറെ ശബ്ദങ്ങൾ ഞാൻ അടിച്ചു മാറ്റിയിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സിനാൻ സംസാരിക്കുന്നത് ഞാനൊരു 2 മിനിറ്റ് ചെയ്യാം, കാരണം ഇത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അധികം സമയം ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കൂടുതലും ഞങ്ങളെ പണ്ടെന്ന് ചെയ്യുന്ന ഇംഗ്ലീഷ് സിനിമകളിലെ ട്രെയിലറുകളാണ്. അപ്പോൾ നമുക്ക് ജുറാസിക് പാർക്ക് എന്ന ആ ഇംഗ്ലീഷ് ചിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കാണിക്കാം. സ്റ്റീഫൻ സ്പീൽബർഗ് കോടാനകോടി വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഉരുകങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ചെറിയ സിനിമ ചെയ്തു. പക്ഷെ ആനിമേഷൻ ഒക്കെ ചെയ്ത് പോലെ മനസ്സിലാക്കി ഇത് വേൾഡ് വൈഡ് എല്ലാവർക്കും കാണാനുള്ള സിനിമയാക്കാനുള്ള ചെയ്ത സിനിമയാണ് ജുറാസിക് പാർക്ക്. ആ പടത്തിന്റെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ ഞങ്ങൾക്ക് എന്നോട് ചെയ്യണം. അപ്പൊ ഓക്കെ അല്ലേ? ഒരു എനർജി ഉണ്ടാണ്. ഇത്രയേരം സൈലന്റിരിക്കില്ല. നിങ്ങൾ മൈൻഡ് ഇപ്പം മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരിക്കില്ല. അപ്പോൾ എൻജോയ്, ഒരു നല്ലൊരു കൈഡി പ്ലീസ്. Jurassic Park. This is the Star 2 network and watching Star Movies. Steven Spielberg, Jurassic Park. Johnny, the dinosaur that helped me. Zimbabwe, the dinosaur that helped me. This is the fucking most easy. One of the dinosaur that helped me. Me packers is the best. John and Ron, this is a silence, please. So we come on stage if you want to be. John and Diane said, help me, Mister. Please help me.
bloody shit. Stephen Spielberg, Jurassic Park. വാസന്തി എന്റെ മച്ചേട്ട വന്നു. വേറൊരു കാര്യമുണ്ട്, എന്റെ കൊച്ചേട്ട ഒരു പാട്ട് വേണം. എന്നെ മനസ്സിൽ കുത്തി കുറിച്ച് ചെറിയ ഗാനം എല്ലാരും പ്രോത്സാഹിപ്പിക്കണം, രക്ഷിക്കണം. എന്നത് കേട്ടോളി. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചെണ്ട, കോലോണ്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴം ഉള്ള ചെണ്ട. കോലോണ്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴം ഉള്ള ചെണ്ട. കൃഷ്ണേട്ടാ, എന്റെ വാസത്തിന് കണ്ടി മീൻ കൊത്തി തോസരുന്നോ തോസരുന്നോ തോസാറ് പാവോ തോസാറിഞ്ഞ് നിങ്ങളെ പോസ്റ്റാണ്ട് ചെയ്യണ്ടെന്ന്. തോസാറ് പാവോ തോസാറ് പാവോ തോസാറ് പാവോ. വാസന്തി കൊച്ചിട്ട് പോവാ. കണ്ണർ ലോകം എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. താങ്ക് യു. നമ്മുടെ തമിഴിലെ സൂപ്പർ താരം, കോമഡി താരമായ ശ്രീ വടിവേലു. വടിവേലിനെ അറിയത്തില്ല എല്ലാവർക്കും. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു ഡയലോഗ്, കുറച്ച് റിലാക്സ് കിട്ടാൻ വേണ്ടി. ഓക്കെ അല്ലേ? കിളമ്പിട്ടയ്യാ കിളമ്പിട്ട് വേണ വലിக்குது என்னடா இன்னும் நாட்டு சாரக்கடை அருவி களவால களவா கொடுப்பு போகூட எந்த ஐயா ஓடு நதி போல் ஓடிய நதியா கடலாக்கடல் அலையா. பி கேர்ஃபுல். என்னச்சு நட நாராரி பயலே. ஆஹா வந்துட்டா ஐயா வந்துட்டா. ஆஹா താങ്ക് യു. గరిగ మని ధమ ధని సగారి ధని సగరి సని సని